ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി വരുമല്ലോ, അപ്പോൾ ആ മാവും കൊണ്ട് നമുക്ക് 4 മണിക്ക് പലഹാരം ഉണ്ടാക്കാവുന്നതാണ്. അതിൽ വേറെ സാധനങ്ങളും കൂടെ ചേർക്കണം. ഞാനിവിടെ ചക്കപ്പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക നേരത്തെ തന്നെ മിക്സിയിലടിച്ച് ഒന്ന് വേവിച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചക്ക വേവിച്ച് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കുക. അത് ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. 2 തുള്ളി ചെറുനാരങ്ങയും കൂടെ ഒഴിച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് 4 മണിക്ക് പലഹാരം ഉണ്ടാക്കാവുന്നതാണ്. ചക്കയപ്പോ ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ജീരകവും ഏലക്കയും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് 1 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സിമ്മിൽ വയ്ക്കുക. ഓരോ തവിയായിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം, ഒത്തിരി വേണ്ട. മൂടി വെച്ച് കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞ് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആയിക്കോളും. പൊരണായിട്ടുണ്ട്. ഇനി അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സിമ്മിൽ വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. ഇപ്പോൾ ഒരു 5 എണ്ണം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ചക്കയൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ മാവുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.